കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തുറന്നതാണ്. അത് കൂടുതൽ അളവിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. 5 ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അത് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു നടപടിയെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം കല്ലാർകുട്ടി ഡാമിൽ പരമാവധി സമ്പന്ന ശേഷിയിലേക്ക് ജലനിരപ്പ് എത്തിയിരുന്നു. അത് മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പെരിയാറിലേക്ക് ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. നേരെ ചെല്ലുന്നത് ഇതിപ്പോൾ മുതിരപ്പുഴയാറിലേക്കാണ് ഒഴുക്കുന്നത്. ഇതിന് ഈ വെള്ളം ചെന്ന് ചേരുന്നത് പെരിയാറിലേക്കാണ്. പെരിയാറിന്റെ കുറുകെ പാമ്പള ഡാമുണ്ട്, അതും നിറഞ്ഞിരിക്കുകയാണ്. അതും പരമാവധി സമ്പന്ന ശേഷിയിൽ എത്തിയിട്ടുണ്ട്. ആ ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ വർഷം ഏറ്റവും കൂടുതൽ വെള്ളം തുറന്നുവിടുന്നത് ഇന്നാണ് കല്ലാർകുട്ടി ഡാമിൽ നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുമെന്ന് തോന്നുന്നു. കനത്ത മഴ ഇപ്പോഴും ഇടുക്കിയിൽ പെയ്യുന്നുണ്ട്. വ്യാപകമായിട്ട് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മരം കടപുഴകി വീണ ഉള്ള അപകടങ്ങളും ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്ക് തുടങ്ങിയ മഴയാണ് ഇപ്പോഴും തോർന്നിട്ടില്ല. പല സ്ഥലത്തും ഇടവിട്ട് കനത്ത മഴയാണ് പെയ്യുന്നത്. നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്താണ് ഒരാശങ്ക അല്പം കൂടുതലുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അവിടെയെല്ലാം വലിയ രീതിയിൽ മണ്ണെടുത്ത് വലിയ തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്.